ഹായ് ഡിയർ സ്റ്റുഡൻസ്, റേ ഒപ്റ്റിക്സിൽ റേ ഡയഗ്രം വെച്ചിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ്. ഒരു ട്രിക്കി ആയ ഐഡിയ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. സി ഗൈസ്, ഒരു പ്രിസത്തിലേക്ക് നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ്, നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ നോർമലിൻ്റെ മുകളിൽ കൂടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയിട്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസിൽ വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എമേർജ് ചെയ്യും. സോ ദി ലൈറ്റ് റേസ് എമേർജസ് അറ്റ് എൻ angle of emergence is E. ഓക്കെ, അപ്പം നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്ത ലൈറ്റ് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എമേർജ് ചെയ്യുന്നു. അത് E ആണ്. ലെറ്റ് ഇറ്റ് ബി ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രിയിലാണ് എമേർജ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എക്സ് ഡിഗ്രിയിൽ ഇൻസിഡൻറ്റ് ചെയ്ത ലൈറ്റ് നോർമലായിട്ടായിരിക്കും എമേർജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു പ്രിസത്തിലേക്ക് നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്ത ലൈറ്റ് 30 ഡിഗ്രിയിലാണ് എമേർജ് ചെയ്യുന്നതെങ്കിൽ 30 ഡിഗ്രിയിൽ ഇൻസിഡൻറ്റ് ചെയ്താൽ നോർമലായിട്ടായിരിക്കും എമേർജ് ചെയ്യുക. സെയിം പ്രിസം ആയിരിക്കണം, സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കണം. സോ ഇത് റേ ഡയഗ്രാം റിവേഴ്സിബിൾ ആണ്. ഇങ്ങനെ വരുന്ന ലൈറ്റ് എത്ര ആംഗിളിലാണോ എമേർജ്ഡ് ആവുന്നത്, സെക്കൻഡ് സർഫസിലെ നോർമലും എമേർജിംഗ് ലൈറ്റ് നമ്മൾ ആംഗിൾ, അതേ ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്താൽ നോർമലായിട്ടായിരിക്കും ലൈറ്റ് പുറത്ത് കിടക്കാൻ, നോർമലായിട്ടായിരിക്കും എമേർജ് ചെയ്യുക. സിമിലർലി നമുക്കറിയാം, ഒരു പ്രിസത്തിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഡീവിയേഷൻ സംഭവിക്കുന്നു. ആക്ച്വലി ലൈറ്റ് പോകേണ്ട പാത്തിൽ നിന്നും ചെറിയ ഡീവിയേഷൻ സംഭവിച്ചിട്ടാണ് ലൈറ്റ് പുറത്ത് കിടക്കുന്നത്. സോ ദിസ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് എമർജൻസ് ആൻഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു I + E - A. ഇപ്പോൾ ഇവിടെ ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്താലും D മാറൂല. 30 + 20 20 + 30 സെയിം ആണ്. അപ്പോൾ 20 ഡിഗ്രിയിൽ ഇൻസിഡൻറ്റ് ചെയ്താൽ 30 ഡിഗ്രിയിലാണ് എമേർജ് ചെയ്യുന്നതെങ്കിൽ 30 ഡിഗ്രിയിൽ ഇൻസിഡൻറ്റ് ചെയ്താൽ 20 ഡിഗ്രിയിലായിരിക്കും എമേർജ് ചെയ്യുക. സോ ദിസ് ആംഗിൾ ക്യാൻ ഈസിലി replace, which means so this ray diagram can be interchange. അതായത് ഇൻസിഡന്റ് ലൈറ്റ് റിഫ്രാക്റ്റഡ് ലൈറ്റ് ഇൻസിഡന്റ് ലൈറ്റ് ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ ആംഗിൾ ഐയും ഇയും ഇന്റർചേഞ്ച് ചെയ്യാം. ഫ്രം ദിസ് ഇക്വേഷൻ D is equal to I + E - A ആണ്. I and E അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിൾ ആണ്. So that is the trick. Thank you so much.